നമസ്കാരം. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹം നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗതിയെ സമൂലമായി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ കേവല മോഷണ കേസിന് പിന്നിൽ ഏകദേശം 500 കോടി രൂപയുടെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ സഹിതമാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണപ്പാളികൾ, പുരാവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതും അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്നതുമായിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഈ കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP വെങ്കിടേഷിന് ഔപചാരികമായി നൽകിയ കത്തിൽ ഈ സംഭവത്തിന്റെ അന്തർദേശീയ മാനങ്ങളെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് ചെന്നിത്തല ശക്തമായി ആവശ്യപ്പെടുന്നു. ഒരു മുൻ ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാന നിയമസഭാ സാമാജികന്റെയും പദവിയിലുള്ള വ്യക്തി നൽകുന്ന ഈ സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് അവഗണിക്കാനോ നിസ്സാരവൽക്കരിക്കാനോ സാധിക്കുകയില്ല. ചെന്നിത്തലയുടെ കത്ത് അത് നിലവിൽ ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് എന്നതിനാൽ തന്നെ ഈ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അത് അന്വേഷണ സംഘം ഉടൻ തന്നെ കോടതിക്ക് കൈമാറാനായിട്ട് സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തുനിന്നുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കടത്തി അത് രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന സൂചനയാണ് രമേശ് ചെന്നിത്തലയുടെ കത്തിലുള്ളത്. ഈ നിർണായക വിവരം പുറത്തു വരുന്നതോടെ അന്വേഷണം സംസ്ഥാനത്തിന്റെ ഉന്നത രാഷ്ട്രീയ ഭരണതലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടത് കേസിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ കേസിന്റെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത് സംസ്ഥാനം ഭരിക്കുന്ന ഭരണ നേതൃത്വത്തെ തന്നെ സംശയത്തിന് നിഴലിലാക്കുന്ന വലിയൊരു അഴിമതിയിലേക്കും അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് ശൃംഖലയിലേക്കുമാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പൗരാണിക പ്രാധാന്യമുള്ളതും ദിവ്യവുമായിട്ടുള്ള അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ച് അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് നേരിട്ടുള്ളതും വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഈ കത്ത് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ശബരിമല സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ഏകദേശം 500 കോടി രൂപയുടെ വലിയ ഇടപാടാണ് നടന്നിട്ടുള്ളത്. തനിക്ക് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായിട്ട് പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഈ കേസിൻ്റെ വ്യാപ്തിയും ഗൗരവവും കണക്കിലെടുക്കുമ്പോൾ ഈ വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ നിലവിൽ ചെന്നിത്തല തയ്യാറായിട്ടില്ല. എങ്കിലും ഈ വിവരങ്ങളെല്ലാം തന്നെ കോടതിയിൽ വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘവുമായി പൂർണ്ണമായിട്ട് സഹകരിക്കാൻ താൻ സന്നദ്ധനാണെന്നും കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കത്ത് സഹിതം SITയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഈ കേസിലെ മുഖ്യ ആസൂത്രകരെയും പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യക്തികളെയും കണ്ടെത്തേണ്ടത് കേവലം നിയമപരമായിട്ടുള്ള ബാധ്യത മാത്രമല്ല, പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. ഒരു മുൻ ആഭ്യന്തരമന്ത്രി തന്നെ താൻ തെളിവുകൾ സഹിതം മൊഴി നൽകാൻ കോടതിയുടെ കൂട്ടിൽ കയറാമെന്ന് ആവശ്യപ്പെടുന്നു. ഈ കേസിൽ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റുവെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ശബരിമലയിലെ സ്വർണ്ണമോഷണം ഒരു സാധാരണ കുറ്റകൃത്യമല്ല, മറിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു വലിയ കള്ളക്കടത്ത് ഓപ്പറേഷനായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമായിരിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തികൾ ഈ കേസിലെ സഹപ്രതികളോ ഇടനിലക്കാരോ മാത്രമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കേസിന്റെ മുഖ്യ സംഘാടകരും യഥാർത്ഥ പ്രതികളും ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല എന്നത് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയം തന്നെയാണ്. അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ജ്വല്ലറി വ്യാപാരി ഗോവർദ്ധൻ കേവലം ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും വിപുലമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളും ഉള്ളവരാണ് ഈ കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകും. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുകൊണ്ട് പുരാണ വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന സുഭാഷ് കപൂറിന്റെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി ശബരിമല മോഷണ സംഘത്തിന്റെ രീതികൾക്ക് സാമ്യമുണ്ടെന്ന ഹൈക്കോടതിയുടെ മുൻ നിരീക്ഷണം ഇപ്പോൾ അത്യധികം ഗൗരവത്തോടെ കാണേണ്ട ഒന്നായിരുന്നു. ആ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തിനകത്തുള്ള ചില വ്യവസായികളും സംഘടിത റാക്കറ്റുകളും ഈ കള്ളക്കടത്തിന്റെ ഭാഗമാണ് എന്ന വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ഈ കത്തിൽ അടിവരയിടുന്നു. പ്രത്യേക അന്വേഷണ സംഘം വിപുലമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് അത് ഈ വിഷയത്തിലെ രാജ്യാന്തര ബന്ധങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു തെളിവാണ്. ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിശാലമായിട്ടുള്ള ഗൂഢാലോചനയെയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളെയും ഒക്കെ തന്നെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സാധിക്കുമെന്നും എല്ലാം കോടതിയിൽ വ്യക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല ഉറപ്പു നൽകിയിട്ടുണ്ട്.
ഈ കത്ത് കോടതിക്ക് കൈമാറുന്നതോടെ കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പല കപട മുഖങ്ങളും വെളിച്ചത്ത് വരുമെന്ന് ഉറപ്പാണ്. അതിന് സാക്ഷ്യം വഹിക്കാൻ മുൻ ആഭ്യന്തരമന്ത്രി കൂട്ടിൽ കയറാനായിട്ട് ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്.